മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലകളെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നയതന്ത്രപരമായ ഏറ്റുമുട്ടൽ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി പുറത്തുവരുന്ന പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെയും പ്രതിരോധ നിരീക്ഷകരെയും ഒരേപോലെ ആശയക്കുഴപ്പത്തിലാഴ്ത്തുന്നു. രാത്രിയുടെ മറവിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് സമീപം ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ആഗോള രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വലിഞ്ഞു മുറുക്കുകയാണ്. ഈ പുതിയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഔദ്യോഗിക സ്ഥിരീകരണമായിരുന്നു. ഇറാന്റെ തീരദേശ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് തങ്ങൾ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി US സൈന്യം അവകാശപ്പെട്ടു. മേഖലയിലൂടെ കടന്നുപോയ ഒരു അന്താരാഷ്ട്ര വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ടെഹ്റാനാണെന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യാക്രമണമെന്നും വാഷിംഗ്ടൺ വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ നാവികസേനാ താവളങ്ങളെയും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും നിഷ്പ്രഭമാക്കാൻ പോകുന്നതായിരുന്നു തങ്ങളുടെ രാത്രികാല ആക്രമണം എന്നാണ് US അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം വെറും രാഷ്ട്രീയ നാടകീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ ഭരണകൂടം ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിറിക് തുറമുഖം യാതൊരുവിധ കേടുപാടുകളും കൂടാതെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നും തങ്ങളുടെ പ്രതിരോധ കോട്ടകളെ തൊടാൻ പോലും പാശ്ചാത്യ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ടെഹ്റാൻ വാദിക്കുന്നത്. തന്ത്രപ്രധാനമായ സിറിക് തുറമുഖത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്ന് സ്ഥാപിക്കുന്നതിലൂടെ അമേരിക്കൻ സൈന്യത്തിന്റെ ശേഷിയെ ആഗോളതലത്തിൽ നാണം കെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഒരു ഈച്ചയ്ക്ക് പോലും പരിക്കേറ്റിട്ടില്ല എന്ന തരത്തിലുള്ള പരിഹാസ ശൈലിയിലാണ് ഇറാന്റെ മാധ്യമങ്ങളും സൈനിക കമാൻഡർമാരും ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. അമേരിക്ക തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഇരുപക്ഷവും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ സൈനിക നടപടിയുടെ യഥാർത്ഥ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കുന്നില്ല. തങ്ങളുടെ നാവിക വ്യൂഹവും കോസ്റ്റ് ഗാർഡും സിറിക് തുറമുഖത്ത് പതിവ് പോലെ സുരക്ഷിതമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് കാണിച്ച് ഇറാൻ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ സൈനിക അവകാശവാദങ്ങളെ വിശ്വാസ്യതയ്ക്ക് മേൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. എന്നിരുന്നാലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് സമീപം ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക ജനങ്ങളും ചില അന്താരാഷ്ട്ര കപ്പൽ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ മിസൈലുകൾ ഇറാന്റെ തീരപ്രദേശങ്ങൾ എവിടെയോ പതിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സിറിക് തുറമുഖത്തെ വലിയ രീതിയിൽ തകർക്കാൻ അവയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലാണ് സ്വതന്ത്ര സൈനിക നിരീക്ഷകർ എത്തിച്ചേരുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ചാനലുകളിൽ ഒന്നായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ സുരക്ഷയെ ഈ പുതിയ സംഭവ വികാസങ്ങൾ അതീവ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ കടത്തിവിടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രദേശത്തുണ്ടാകുന്ന ചെറിയൊരു സൈനിക അസ്ഥിരത പോലും അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കപ്പൽ ഗതാഗതം അപകടത്തിലായതോടെ ആഗോള എണ്ണ കമ്പനികൾ തങ്ങളുടെ കപ്പലുകളുടെ റൂട്ടുകൾ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോർമസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പ് ഇൻഷുറൻസ് കമ്പനികളും നൽകി കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര ചരക്ക് കടത്ത് ചിലവ് വൻതോതിൽ വർദ്ധിക്കുന്നതിനും ആഗോളതലത്തിൽ വിലക്കയറ്റത്തിനും കാരണമായേക്കാം. ഈ പ്രാദേശിക തർക്കം ഏത് നിമിഷവും ഒരു വൻ സൈനിക ഏറ്റുമുട്ടലിലേക്ക് പടർന്നു പിടിക്കുമെന്ന ആശങ്കയിലാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധമുണ്ടായാൽ അത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കും. ഇറാന്റെ സഖ്യകക്ഷികളായ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾ കൂടി രംഗത്തിറങ്ങിയാൽ യുദ്ധത്തിന്റെ വ്യാപ്തി നിയന്ത്രിക്കാൻ കഴിയാതെ വരും. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പെന്റഗണിന്റെ വിദേശ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ നടത്തിയ ആക്രമണം വിചാരിച്ചത്ര ഫലം കണ്ടില്ലെന്ന റിപ്പോർട്ടുകൾ ഭരണകൂടത്തിന് ആഭ്യന്തരമായി വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മറുഭാഗത്ത് തങ്ങളുടെ സൈനിക ശേഷി അമേരിക്കയേക്കാൾ ഒട്ടും കുറവല്ലെന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. IRGC തങ്ങളുടെ മിസൈൽ പ്രതിരോധ ശൃംഖലകൾ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഇനിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ അത് സിറിക് തുറമുഖത്ത് ഒതുങ്ങില്ലെന്നും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിട്ട് ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ ശക്തി പ്രകടനങ്ങളെ അതീവ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയിൽ എതിർക്കാൻ റഷ്യ ഈ അവസരം ഉപയോഗിച്ചേക്കാം. ഇറാൻ ആവശ്യമായ തന്ത്രപരമായ വിവരങ്ങളും
സാങ്കേതിക സഹായങ്ങളും നൽകാൻ ചൈനയും മുൻകൈ എടുത്തേക്കുമെന്നാണ് സൂചനകൾ. നിലവിലെ ഈ സങ്കീർണമായ അന്തരീക്ഷത്തിൽ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുക എന്നത് അതീവ ദുഷ്കരമായ കാര്യമാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതും പരസ്യമായ വെല്ലുവിളികൾ തുടരുന്നതും പ്രതിസന്ധി ദീർഘകാലത്തേക്ക് നീണ്ടുപോകാൻ കാരണമാകും. അന്താരാഷ്ട്ര സംഘടനകൾ കടുത്ത ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വരും ദിവസങ്ങളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ കപ്പൽ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവിക സഖ്യം രൂപീകരിക്കാൻ അമേരിക്ക ശ്രമിച്ചേക്കും. എന്നാൽ ഇറാന്റെ തീരക്കടലിൽ പാശ്ചാത്യ ശക്തികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രകോപനങ്ങൾ ഇരട്ടിയാക്കാനേ സഹായിക്കൂ. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നയതന്ത്ര പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.